ഹലോ, ഇത് ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വ്ളോഗാണ്. ഞങ്ങൾ ആദ്യത്തെ വ്ളോഗ് ചെയ്യുന്നത് പിന്നെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് പോവാണ്, തിരുവങ്ങായൂർ ശിവക്ഷേത്രം. നമ്മൾ ഇത് ആരതീൻ ഇന്ത്യൻ ഫാമിലി വ്ളോഗാണ്. ഞാനും എൻ്റെ ഫാമിലിയും ഈ വ്ളോഗിലുണ്ടാവും. അപ്പോൾ ശ്രേഷ്ഠയ്ക്ക് ചോറൂണ് കൊടുത്ത അമ്പലമാണിത്. അപ്പോൾ ഇവിടേക്കാണ് പോകുന്നത്. ഇത് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഞങ്ങളെ കൂടെ അമ്മയുണ്ട്, ശ്രേഷ്ഠയുണ്ട്. ഈ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇവിടെ നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വലിയൊരു ആൽമരമുണ്ട്, പാൽത്തറയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ താഴേക്ക് ഗോശാല കൃഷ്ണൻ്റെ പ്രതിഷ്ഠയാണ്. അവിടെ നമ്മൾ അമ്പലത്തിൽ തൊഴുതതിന് ശേഷമാണ് അങ്ങോട്ട് തൊഴാറ്. അപ്പോൾ നമ്മൾ എത്ര പടിയുണ്ട്? ഒരുപാട് സ്റ്റെപ്പുകൾ ഇങ്ങനെ മുകളിലേക്ക് കയറിയിട്ടാണ്. കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട്. ഇവിടെ അമ്പലത്തിൽ എത്ര പടികളുണ്ട് എന്ന് എണ്ണിക്കൊണ്ട് ഒരാൾ അമ്പലത്തിലേക്ക് കയറുകയാണ്. 55, 56 എന്നൊക്കെ എണ്ണുന്ന കേൾക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തിലേക്ക് കണ്ടോ, ഇനിയും ഇത്രയധികം കയറി പോവാനുണ്ട്. അപ്പോൾ പടികൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. 50 വരെ എണ്ണി എന്നാണ് പറയുന്നത്. എന്തായാലും അമ്പലത്തിൽ തൊഴാനാവുമ്പോഴേക്കും എത്ര പടികളുണ്ട് എന്ന് പറയാം. 98, 100 വരെ 100 പടികൾ കയറി. 100 പടികളിലധികം ഉണ്ട് ഇവിടെ സ്റ്റെപ്പ് കയറി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ മുമ്പിലെത്തി. ഇതാണ് ഇവിടെ വഴിപാട് കൗണ്ടർ. പക്ഷേ ഇവിടെ വഴിപാട് കൗണ്ടർ തുറന്നിട്ടില്ല. ഇപ്പം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഇതൊക്കെ അടച്ചിരിക്കുകയാണെന്ന് തോന്നുന്നത്. അപ്പം നമുക്ക് പായസം കിട്ടില്ല കേട്ടാ. ഒരുപാട് സങ്കടമായിപ്പോയി. ഇവിടുത്തെ പായസം നല്ല രസമാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പായസം കഴിക്കാമല്ലോ എന്നാണ്. അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഇതിനകത്തേക്ക് അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് എന്തായാലും ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമുക്കിത് പുറത്ത് ഓഫാക്കി വെച്ചിട്ട് വേണം തൊഴാൻ. ഞാൻ പറഞ്ഞ സ്ഥലങ്ങൾ കണ്ടോ, ഇവിടെയൊക്കെ വെള്ളം കണ്ടോ. ഇവിടെ ഒരിക്കലും അപ്പോൾ വെള്ളം പറ്റൂല. ഇത് വെള്ളം ഒരിക്കലും പറ്റില്ല. എന്തുകൊണ്ടാ? അതെന്താണുള്ളത് അതിന് കുറെ ഉറവയായോണ്ടായിരിക്കും. അപ്പോൾ ഇത് ഉറവയല്ലേ ശരിക്കും? അവിടെ വെള്ളം ഇല്ലായിരുന്നു, വെള്ളം താഴേന്ന് കൊണ്ടുവരായിരുന്നു. അപ്പോൾ പ്രായമുള്ളൊരു പെണ്ണുങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും പറയുകയാണെന്നാല് ഈ വെള്ളം ഇല്ല, എങ്ങനെയെങ്കിലും എനിക്ക് കൊണ്ടുവരാനാകില്ല. അന്നേരം ഇവിടെ പിന്നെ ഒരു ഇടി എടുത്താരോ വല്ല തോന്നിച്ചു കൊടുത്താലും ഇങ്ങനെ പുറമേക്ക് നോക്കരുത്. ഇടി എടുക്കുമ്പോൾ പാറ പൊട്ടി ഇവിടെ വെള്ളമായി. പിന്നെന്ത് പണ്ടല്ലൊരു പറയുന്നു. അന്നാ ഞാൻ എൻ്റെ മോളും ഇവിടെ വന്നത് ചോറ് കൊടുത്തത് എൻ്റെ മോക്ക് ഇവിടെ. അച്ഛമ്മേൻ്റെ മോക്ക് ഇവിടെ ഞാൻ ചോറ് കൊടുത്തത്. അച്ഛമ്മേൻ്റെ മോക്ക് ഇപ്പോൾ ഭയങ്കര കുറ്റമല്ല. എന്ത് രസമാണെന്നറിയോ ഈ അമ്പലം കാണാൻ. ഇപ്പം നമ്മൾ കണ്ട കുളം, വെള്ളം, ഒരു കാട് പിടിച്ച ഒരു ഭയങ്കര പച്ചപ്പാണ്. പിന്നെ അതുപോലൊക്കെ ഒരുപാട് പാറകളാണ് ഇവിടെ. അപ്പം നാലമ്പലത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ക്യാമറ കൊണ്ടുപോയിട്ടില്ല, അവിടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കുട്ടിക്ക് ഹരിശ്രീ എഴുതുന്നുണ്ട്, കുട്ടി അരിയിൽ എഴുതുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രസാദം തരാമെന്നാണ് പറഞ്ഞത്. പിന്നെ വേറെന്തോ കാര്യം, എന്താ കാര്യം? നമ്മളെ വീട്ടിൻ്റെ അടുത്ത് വീട്ടിൻ്റെ കുറച്ചപ്പുറം പാണ്ടിപ്പറമ്പ് വലിയ പാറയുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ കളിക്കാൻ പോയി, പൂ പറിക്കാൻ, ഓണത്തിനൊക്കെ പൂ പറിക്കാൻ ആളുകൾ പോകും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ
ഇത് കാണാം, തിരുവങ്ങര അമ്പലം കാണാം. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു മൊത്തം കയറ്റായിരിക്കും. ഒന്നേക്ക് അതിനേക്കാട്ടും കുറച്ച് ഹൈറ്റ് കുറവായിരിക്കും ഇവിടെ. അപ്പോൾ ഇപ്പോൾ അമ്മ പറഞ്ഞ ഒരു കഥയില്ലേ, അപ്പോൾ ഇത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പം നമുക്ക് ഇത് തന്നെയാണോ എല്ലാവർക്കും പറയാനുള്ളത് എന്ന് ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടുള്ള ആളുകൾ ആരോടെങ്കിലും ചോദിക്കാം. അപ്പോൾ അവർക്ക് പറയാനുണ്ടാവുമല്ലോ വേറെ എന്തെങ്കിലും കഥകളുണ്ടോ. ഇപ്പോൾ ഒരു അമ്പലമാകുമ്പോഴേ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ടാവും. ഇതൊരു പക്ഷെ അമ്മയ്ക്ക് അറിയുന്ന ഒരു ചെറിയ കഥ മാത്രമായിരിക്കും. പിന്നെ ഇവിടെ ഈ പിന്നെ വെള്ളം ഉണ്ടല്ലോ, പാറ പൊട്ടിയിട്ട വന്നപ്പോ ഇടി വെട്ടിയിട്ട് പാറ പൊട്ടിയതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെ പറ്റി ഐതിഹ്യങ്ങളാണ്. കുറെ എത്ര വർഷം മുമ്പുള്ള ആദ്യം ഇവിടെ മുമ്പ് കഴിയുന്ന നമ്പീശന്മാരുണ്ടല്ലോ, ഒരു വയസ്സായ സ്ത്രീ, അവരുടെ അമ്മ അന്നുണ്ടായതുകൊണ്ട് അമ്മ കഴുകാവുന്ന സമയത്ത് അവർക്ക് വെള്ളമൊക്കെ ബുദ്ധിമുട്ടായിട്ട് താളപ്പിറങ്ങി ബുദ്ധിമുട്ടായിട്ട് അവരിങ്ങനെ സങ്കടം പറയും പോലെ പറഞ്ഞതാണ്. ആവുന്നില്ല, എന്താ ചെയ്യേണ്ടത്. അന്ന് രാത്രി ഇടിപൊട്ടിന്നും മഴ പെയ്യുന്നു. അങ്ങനെ ഈ കാണുന്ന 2-3 കുണ്ടുകുളങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ ഇതിനകത്തും അകത്തുകൊണ്ട് കണ്ടിരുന്നു. അകത്തുകൊണ്ട് ഇപ്പം എല്ലാവർക്കും കൈകൊണ്ട് വെള്ളം മുക്കാൻ പോകേണ്ട ആവശ്യമില്ല. പരമാവധി 1 മീറ്റർ വരെ തള്ളാറില്ല, എപ്പോഴും തള്ളാറില്ല. പറ്റില്ലല്ലോ ഒരിക്കലും, ഇത് പറ്റില്ല. അതാണ് പരമാവധി 1-2 മീറ്റർ തള്ളാറുള്ളൂ, എപ്പം തള്ളാറില്ല, എന്താണ് പോകാറില്ല. പരമാവധി 1-2 മീറ്റർ. എപ്പം പൂജയ്ക്കുള്ളതൊക്കെ അതിൻ്റെ അകത്ത് എടുക്കല്ലേ, മുക്കിയെടുക്കുന്നത്. കൈ കൊണ്ട് മുക്കിയെടുക്കാം. മുക്കിയെടുക്കാൻ പാകത്തിനാണ് അവിടെ ഉള്ളത്. അയാളന്മാർ പിന്നെ കെട്ടിപ്പൊക്കിയാണ്. നിലവിലാന്ന് നോക്കിയാണെങ്കിൽ അടുത്ത് തന്നെയാണ്. ആരും വീണ്ടാന്ന് വിചാരിച്ച് കെട്ടിപ്പൊക്കിയെന്നുള്ളൂ. അത്രയും അടുത്താണ്. അവിടെയൊക്കെ അല്ലേ, അതൊക്കെ വയ്യണക്കാൻ പറ്റാം. കണ്ടു നിറയെ വെള്ളം ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. വേനൽക്കാലത്ത് വെള്ളമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. ഞങ്ങൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അമ്പലം, ഈ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ ദിവസവും ദർശനം നടത്തുന്ന അമ്പലമാണ്. അരിയിൽ എഴുതാനും അതുപോലെ കുട്ടികളുടെ ചോറൂണിന് പിന്നെ അതുപോലെ വിവാഹങ്ങൾ ഒക്കെ നടക്കുന്ന ഒരു അമ്പലമാണിത്. ഇവിടെ ഒരുപാട് ആളുകൾ ദിവസവും വരുന്നുണ്ട്. അപ്പൊ പാറക്കല്ല് ചവിട്ടി കയറിയിട്ട് അവര് ഇവിടെ സ്ലിപ്പാവുണ്ട് കേട്ടോ. ഒരു പടിക്ക് ഒരൊറ്റ കല്ല, ഒറ്റ കല്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല. അല്ല, എനിക്ക് പടി കയറി ഓർമ്മ, ഒറ്റ കല്ലാണോ എനിക്ക് ഓർമ്മയില്ല. പാറക്കെട്ട് കയറി കയറി വരിക അല്ലേ. ഭയങ്കര കാണാം. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടും ഭംഗി ആ പഴയനായിരുന്നു. നമുക്ക് ചവിട്ടി കയറുമ്പോൾ തന്നെ ഒരു ഭയങ്കര സുഖമാണ്. ഇതിപ്പോ ഭയങ്കരമായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ഇത്ര അമ്പലത്തിലേ. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് അറിയാം, ഇപ്പോഴല്ലേ ഇത്രയും ഡെവലപ്ഡ് ആയത്. കാരണം കോൺക്രീറ്റ് ഒക്കെ വന്നത്. അപ്പോൾ ആദ്യം വലിയ വലിയ കല്ല് കയറി പാറക്കല്ല് കയറിയിട്ടായിരിക്കില്ല ഇങ്ങോട്ട് വരുന്നുണ്ടാവുക. നമ്മൾ ഇറങ്ങി താഴെ എത്തിയിട്ടോ. അപ്പോൾ താഴെ എത്തി. ഇവിടെ ഒരു ഗോശാല കൃഷ്ണൻ്റെ ഒരു പ്രതിഷ്ഠ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ കാണാം. അപ്പം ഞങ്ങൾ ഒരുപാട് തവണ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് വന്നത് ഈ അമ്പലത്തിലാണ്. പിന്നെ അങ്ങനെ ഇപ്പോൾ ഒരുപാട് തവണ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അമ്മയും ശ്രേഷ്ഠയും തൊഴാനായിട്ട് പോയി. അപ്പം ഞാൻ തൊഴാനായിട്ട് പോയി. അപ്പം നിവന് ആൽമരത്തിൻ്റെ ചുവട്ടിൽ നിന്നാ ബുദ്ധനാവോ നോക്കാൻ വേണ്ടിയിട്ട് ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക. അവർക്ക് നിവിൻ്റെയും അനിയൻ്റെയും ഒക്കെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ആൽമരവും ആ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു മൂടാണ് ഇഷ്ടം. അമ്പലത്തിൽ തൊഴാൻ അതിൽ വലിയ താല്പര്യമൊന്നും പൊതുവെ കണ്ടിട്ടില്ല. പക്ഷെ ഈ അമ്പലത്തിൻ്റെ മൂട് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു അമ്പലമാണിത്. അമ്മയും ശ്രേഷ്ഠയും തൊഴുത് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ശ്രേഷ്ഠൻ്റെ മൂടൊക്കെ ആകെ മാറി, കുറച്ച് സമയമായി വന്നിട്ട്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊന്നും കഴിക്കാനൊന്നും കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ തിരിച്ചു പോയേ രക്ഷയുള്ളൂ. ഇനിയിപ്പോൾ ഇച്ചിരി കഴിയുമ്പോഴേക്കും ശ്രേഷ്ഠ കരയാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗോശാല കൃഷ്ണനെ കണ്ടു, തൊഴുത് മടങ്ങുകയാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക്
തിരിച്ചു പോവാണ്. ഇവിടെ അല്ലേ കുട്ടികളൊക്കെ കളിക്കുന്ന ഈ പാറ ആ ഇവിടെ ഞങ്ങളൊക്കെ ആദ്യം ആരോടും ചെറുപ്പവരൊക്കെ ഈ അമ്പലത്തിൽ വരുന്ന സമയങ്ങളിൽ ഇപ്പം അല്ലേ അമ്പലത്തിൽ വരാണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ എന്തായാലും അമ്പലത്തിൽ കഴിഞ്ഞാൽ അത് കാണിച്ചെടുത്ത് കുട്ടികൾ കളിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇവിടെ വന്നിരിക്കും. അമ്പലത്തിൽ ഒരു 10 മിനിറ്റ് ചിലവായി കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് വെച്ചാൽ ഒരു 1/4 മണിക്കൂർ എടുത്ത് ഈ പാറേൻ്റെ മുകളിൽ അവിടെ വന്നിരിക്കും. അവിടെ ഇരിക്കും. അന്ന് പിന്നെ ഈ ഇതൊന്നുമില്ല, ഞാൻ ചെറുപ്പത്തിൽ ഈ അമ്പലത്തിലൊക്കെ ഫോട്ടോ ക്യാമറ ഒന്നും ഇല്ലല്ലോ. അപ്പം എന്താ വെച്ചാൽ ചുമ്മാ ഇവിടെ ഇരുന്നിട്ട് ഒരു 1.5 മണിക്കൂർ കഥയൊക്കെ പറഞ്ഞ് പിന്നെ മേലെ തന്നെ വാങ്ങുന്ന പായസം ഇവിടെ കൊണ്ടുവന്നിരുന്നിട്ട് കഴിക്കും. കുറേ ആൾക്കാരുണ്ടാവും. ഭയങ്കര രസമാണ്. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം മെയിനായിട്ട് ആൾക്കാർ കയറിയിരിക്കുന്ന ഫോട്ടോ എടുക്കാനാണ്. കാരണം ഒരുപാട് സമയം എടുക്കുക. അതിന് ശേഷം പോവുക നടന്നാ വരിക വീട്ടിൽ നിന്ന്. ഇവിടെ ഇതാണ് കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. ഇപ്പം അവര് ഇവിടെ ചോറൂണല്ല, ഞാൻ കുറേ സമയം ചോറൂണ് എന്ന് പറയുന്നു. എഴുത്തിനിരുത്താവുന്ന കുട്ടികൾ അവരൊക്കെ പോവുകയാണ്. അപ്പോൾ അവർക്ക് ഇവിടെ കുറേ നേരമായിട്ട് അവരിവിടെ ഇരിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ടൊക്കെ നടന്ന് കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പം എന്തായാലും ഞങ്ങളും മടങ്ങുകയാണ്. ഇവിടെ ആൽമരത്തിൻ്റെ ചോട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഒരു സുഖമാണ്. പോവാം. അപ്പോൾ ഇതാ പോവാൻ തിരക്കുണ്ട്. അപ്പോൾ തിരക്കുണ്ടെന്നല്ല, പോയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ച് ഒരു തറവറ എന്താ ഇതോടെ സ്റ്റേജോ ഇവിടെ മറ്റേ ശിവരാത്രി പരിപാടി, ഗംഭീര പരിപാടി ഉണ്ടാവും. ആണോ? അതതിന്റെ മുകളിലുണ്ടായ പരിപാടികളാ. അല്ല, അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് പരിപാടി നടക്കുന്ന സ്റ്റേജ് ആണോ അത്? സ്ഥിരമായിട്ട് പരിപാടി ഒന്നും ഇവിടെ കൊല്ലത്തിൽ ഒരു ദിവസം ഉണ്ടാവും. വേറെ ഉത്സവമൊന്നുമില്ല. അപ്പൊ അവിടുത്തെ പിന്നെ പുല്ലൊക്കെ കുറച്ച് മാറ്റി നല്ലോണം വൃത്തിയാക്കിയിട്ടായിരിക്കുമല്ലോ നടക്കുക. ഇതിന് വേറൊരു കഥയുണ്ട്. അമ്മ ഇതെന്തോ പറയില്ല, എന്തോ തിരുനെല്ലി ഇതുമായിട്ടെന്തോ തിരുനെല്ലി ഇവിടുന്ന് പോയാൽ അവിടുന്ന് പറയൂലേ തിരുവങ്ങാറിങ്ങിയിരിക്കും, തിരുനെല്ലിക്ക് ഇങ്ങ് വരണ്ട. ഇവിടുന്ന് തിരുനെല്ലിക്ക് ഇവിടുന്ന് നാട്ടിലെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവിടെ തിരുനെല്ലി ചോദിക്കൂരെ, തിരുവങ്ങായൂർ ഇങ്ങിരിക്കും, പിന്നെ തിരുനെല്ലിക്ക് വരുന്നത്. അപ്പൊ അത്രയും പ്രാധാന്യമുണ്ട്. പല രാജ്യത്തും വരും ഇവിടെ. ഒരുപാട് ആൾക്കാർ പല ദൂര സ്ഥലത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇത് ശരിക്കും കോഴിക്കോട് ജില്ലയില് നടുവണ്ണൂർ. ഇത് എവിടെയാ സ്ഥലം എന്ന് പറയേണ്ടത്? തിരുവങ്ങാരി നടുവണ്ണൂരാണ് നമുക്ക് ഏറ്റവും അടുത്ത ടൗണ്. കാരയാടാണ്. ഇങ്ങോട്ട് വരേണ്ട വഴി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അതാ നമ്മള് ദർശനമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്താറായി. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം. ബൈ.